യെസ്, ഫൈനലി നമുക്ക് എങ്ങനെ വെനത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിരിക്കുക തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് സ്പൈഡർമാനെ കാണാൻ കഴിയുമോ, ആൻഡ്രൂ വരുമോ, ടോബി വരുമോ, ടോം ഹോളണ്ട് വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇത് വെനത്തിന്റെ ലാസ്റ്റ് സിനിമയും കൂടി തന്നെയാണ്. സോ ഒരു രീതിയിൽ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള 2 ഫിലിം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര എക്സൈറ്റ്മെന്റ് ചെയ്യിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ സോണി വേഴ്സിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. സോ നമുക്ക് ഹോപ്പ് ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം തന്നെ. സോ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാൻ നേരെ നമുക്ക് ട്രെയിലറിലേക്ക് നോക്കാം. ഹിയർ വി ഗോ. ഓക്കെ, കുറെ ഏലിയൻസ് വെനത്തിന്റെ വേൾഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ പൊളിയായിട്ടാണ്. എനിക്ക് പാസ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നാണ് വെനം കാണിച്ചു തരുന്നത്. കൊള്ളാം. സീരിയസ്ലി ഈ മോൺസ്റ്ററിനെ കണ്ടിട്ട് മറ്റേ എഡ്ജ് ഓഫ് ടുമാറോയ്ക്കകത്തുള്ള മോൺസ്റ്ററിനെ പോലെ എനിക്ക് തോന്നുന്നത്, മറ്റേ ടോം ക്രൂസിന്റെ സിനിമ. ഓക്കെ, ഇപ്പൊ എഡി ബ്രോക്ക് ഒരു ഫ്യൂജിറ്റീവ് ആണ്. സോ ഗവൺമെന്റിൽ നിന്ന് പാരഷൂട്ട് വരെ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, വെനത്തിന്റെ തവള വരെ നമുക്ക് കാണാൻ കഴിയുമെന്ന്. നള്ളിനെയാണ്, ഓ മൈ ഗാഡ്, നള്ളിന്റെ ടീസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറെ സിംബിയോട്സ്, ലാഷറിനെ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. ടോക്സിൻ, കുറെ സിംബിയോട്ട് വരുന്നുണ്ട്. അവര് നള്ളിന്റെ ശോഭമൊക്കെ നോക്കി എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജസ്റ്റ് ഒരു ഓക്കെ വെയിറ്റ്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ, എന്തായിരിക്കും കാണാൻ പോണേ. പ്ലീസ്, എനിക്ക് സോണിയോട് ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നശിപ്പിക്കരുത്. നള്ളിന്റെ നറേഷനാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, ഒക്ടോബറിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതേ സമയമില്ല, ഇപ്പൊ അടുത്ത് തന്നെ റിലീസാവും. മീനാവുന്ന വെനം, നമ്മൾ നേരത്തെ തവളയാവുന്ന വെനത്തിന്റെ പോസ്റ്റർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുതിര വെനം, എനിക്ക് തവള വെനത്തിനെയും കൂടി കാണണം പ്ലീസ് പ്ലീസ്. ഇതിനകത്ത് അവർ കാണിക്കാൻ തോന്നുന്നില്ല. PG-13 സിനിമ വീണ്ടും PG-13 ആണ്. ഇതായിരുന്നു റേറ്റിംഗ് കൊടുക്കേണ്ടിയിരുന്ന സിനിമ. എപ്പിക് കൺക്ലൂഷൻ. ലിസാർഡ് ഉണ്ടാവും ഈ സിനിമയ്ക്കകത്ത്, നിങ്ങൾ പറയുക. സോ എഡി ബ്രോക്ക് മരിക്കും ടിൽ ദി എൻഡ്. നള്ളിന് ജസ്റ്റ് ഒരു ടീസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൾ ആയിരിക്കില്ല ഈ സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലൻ. ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏലിയൻ ക്രീച്ചേഴ്സ് തന്നെ ആകാനാണ് സാധ്യത. എന്താണ് ഉദ്ദേശിക്കുന്നത് കാസ്റ്റിനോയിൽ പോയിട്ട്? ഒക്ടോബർ 25 റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നോക്കട്ടെ, നമുക്ക് നള്ളിൻ്റെ ആ സീനിലേക്ക് പോവാം. ഈ സീൻ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ അവർ നല്ലൊരു നള്ളിനെ നമുക്ക് സോണിയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ദുരന്തമായിരിക്കും. നമ്മൾ ഇതുവരെ സോണിയുടെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ. സോ ഇതിൻ്റെ ആവശ്യം ഉണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം നള്ളിനൊരു സെപ്പറേറ്റ് ഒരു സിനിമയായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് ഒരു കമിയോ ആയിരിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ക്യാരക്ടറിനെ നമുക്ക് ലഭിക്കുമെന്ന്. പക്ഷേ സോണിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു, അടുത്ത മോർബിംഗ് ടൈം ആയിരിക്കും, വെനം ടൈം, വി ആർ വെനം. സോ ഇതെല്ലാം തന്നെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. എന്നോട് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ഡൗട്ട് അടിച്ചിരിക്കുവാണ്. അത്ര എനിക്ക് പറയാൻ പറ്റില്ല. എക്സൈറ്റഡ് ഒന്നും അല്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് ലെറ്റ് ദെയർ ബി കാർണേജ് സിനിമ അവർ 1 ഷോ ആക്കിയിട്ടുണ്ടായിരുന്നു. ആക്കുടി വനത്തിൻ്റെ ആദ്യത്തെ സിനിമ മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ഒറിജിൻ സ്റ്റോറി കൊടുത്ത് തന്നെയാണ്. പിന്നെ ഇതുവരെ നമ്മുടെ സ്പൈഡർമാൻ്റെ ലോഗോ പോലും വനത്തിന് കൊടുത്തിട്ടില്ല. അവിടെ ഒരു ജസ്റ്റിസ് കാണിക്കുമെന്ന് മാത്രമേ എനിക്ക് സോണിയോട് പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് ആൻഡ്രൂവിന് ഒരു ഏലിയനെ ഫൈറ്റ് ചെയ്യാൻ കൊടുക്ക്. നിങ്ങൾ കുറേ രീതിയിൽ തന്നെ ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് ആൻഡ്രൂ ഗ്രാഫീൽഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഉറപ്പാണ് മറ്റേ ലെറ്റ് ദെയർ ബി കാർണേജിനകത്തുള്ള ആ കൂടി റെഡീമിംഗ് വാല്യൂ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനായിരുന്നു. സോ അതേപോലെ ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഒരു റെഡീമിംഗ് വാല്യൂ കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും നാട്ടുകാർ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു.
സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമയാകട്ടെ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിനകത്ത് ഏതെങ്കിലും സ്പൈഡർമാൻ വരുമെന്ന്? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏത് സ്പൈഡർമാൻ വരണമെന്നാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനൽ വളരാൻ വേണ്ടി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുക തന്നെയാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ആ ഒരു 100K എന്ന് പറഞ്ഞ ഗോളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ പ്ലീസ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ.